ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. കുടിയേറ്റക്കാരെ ജീവിതത്തിൽ ചേർത്ത് നിർത്തണമെന്ന് ഫ്രാൻസിസ് പാപ്പ. മെഡിറ്ററേനിയൻ കടൽ കടന്ന് യൂറോപ്പിലേക്ക് സമുദ്രമാർഗമെത്തുന്ന കുടിയേറ്റക്കാരുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയിലെ അംഗങ്ങൾ ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചു. യുദ്ധത്തിന്റെ ഭീഷണിയിൽ നിന്നും മറ്റു ജീവിത ദുരന്തങ്ങളിൽ നിന്നും രക്ഷ നേടി ജോലിക്ക് വേണ്ടി കടൽ കടന്ന് യൂറോപ്പിലേക്ക് എത്തുന്ന കുടിയേറ്റക്കാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. Il Vangelo ci racconta uno dei momenti più importanti, più belli nella nostra storia dell'umanità, l'Annunciazione. Cercate nel Vangelo di San Luca e leggete questa scena. Vi assicuro che vi farà bene, molto bene. Della nostra redenzione si incontrano con una delicatezza meravigliosa nell'istante benedetto in cui la Vergine Maria pronuncia il suo sì. സംഘടനയിലെ അംഗങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് ഫ്രാൻസിസ് പാപ്പ നന്ദി അർപ്പിച്ചു. ചെറിയ ബോട്ടുകളിലെത്തുന്ന കുടിയേറ്റക്കാരുടെ അടുത്തെത്തി മനുഷ്യജീവനുകളെ രക്ഷിക്കുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് പാപ്പ പറഞ്ഞു. ഇപ്രകാരം നീണ്ട യാത്രകൾക്കൊടുവിൽ യൂറോപ്പിലെത്തുന്നവരെ സ്വീകരിക്കേണ്ടതും എല്ലാവരുടെയും കടമയാണെന്നും പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാട്ടി. നിർബന്ധിത കുടിയേറ്റങ്ങൾ പലപ്പോഴും ദുരന്തമായി മാറിയപ്പോഴും അവരുടെ സംരക്ഷണത്തിനായി യാതൊരു വിവേചനവും നിസ്സംഗതയും കൂടാതെ മനുഷ്യന്റെ അന്തസ്സും അതുല്യതയും മാത്രം കണക്കിലെടുത്തുകൊണ്ട് സംഘടന നടത്തിയ പ്രവർത്തനങ്ങളെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. ഇന്ന് കുടിയേറ്റക്കാർ നേരിടുന്ന ചൂഷണങ്ങളുടെയും അടിമത്തത്തിന്റെയും ദുരുപയോഗങ്ങളുടെയും ഭയാനകമായ അവസ്ഥകളെ എടുത്തു പറഞ്ഞ പാപ്പ ഇവരുടെ സംരക്ഷണത്തിനായി സർക്കാർ അധികാരികൾ ഉത്തരവാദിത്തപൂർണമായി പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. കുടിയേറ്റക്കാരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുന്നതിനും അവരെ രക്ഷിക്കുന്നതിനും സ്വാഗതം ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി എടുക്കുന്ന നടപടികളെ സഭ പൂർണ്ണഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. കുടിയേറ്റക്കാരുടെ സഹായിയായ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിന് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ വാക്കുകൾ ഉപസംഹരിച്ചത്. Lei è una donna di un piccolo paese periferico e viene chiamata per sempre al centro della storia. Dalla sua risposta dipendono le sorti dell'umanità, che può tornare a sorridere, che può tornare a sperare perché il suo destino è stato posto in buone mani. Sarà lei a portare il Salvatore, concepita dallo Spirito Santo. Maria dunque, come la saluta l'Arcangelo Gabriele, è la piena di grazia. എല്ലാ ദിവസവും 7 മണിക്ക് ഗാസയിലെ ഏക ഇടവകയിലേക്ക് പാപ്പ വിളിക്കുന്നു എന്ന വെളിപ്പെടുത്തലുമായി കർദിനാൾ പിസബെല്ല. യുദ്ധത്തിന്റെ കൊടിയ ദുരിതങ്ങൾക്കിടയിൽ ഞെരുങ്ങി ജീവിക്കുന്ന ഗാസയെ ഫ്രാൻസിസ് പാപ്പ അനുദിനം ഓർക്കുന്നുണ്ടെന്നതിന്റെ തെളിവുമായി ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബറ്റിസ്ത പിസബെല്ല ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ഇടവക ദേവാലയത്തിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് മാർപ്പാപ്പ ഫോൺ ചെയ്ത് അവസ്ഥ അന്വേഷിക്കാറുണ്ടെന്ന് കർദിനാൾ പിയർ ബറ്റിസ്ത പിസബെല്ല വെളിപ്പെടുത്തി. Rallegriamoci anche noi perché l'Immacolata ci ha donato Gesù, che è la nostra salvezza. Fratelli e sorelle, contemplando questo mistero possiamo chiederci, nel nostro tempo agitato da guerre e concentrato nello sforzo di possedere e dominare, io dove ripongo la mia speranza? Nella forza? Nel denaro? Negli amici potenti? Lì ripongo la mia speranza? Oppure la ripongo nella misericordia infinita di Dio? ഗാസയിലെ ഹോളി ഫാമിലി ചർച്ചിലെ കുട്ടികൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ മുത്തച്ഛൻ എന്നാണ് വിളിക്കുന്നതെന്നും കർദിനാൾ പറഞ്ഞു. ഇപ്പോൾ പാപ്പ കുട്ടികളുടെ മുത്തച്ഛനായി മാറിയിരിക്കുകയാണ്. പാപ്പയാണ് വിളിക്കുന്നതെന്ന് കുട്ടികൾക്ക് ഇപ്പോൾ അറിയാം.
പാപ്പയുടെ ഫോൺ കോളിലൂടെ ഗാസയിലെ സമൂഹത്തിന് മാനസികവും വൈകാരികവും ആത്മീയവുമായ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഈ ക്രിസ്തുമസിന് യുദ്ധവും മോശം സാഹചര്യങ്ങളുമാണെങ്കിലും ഗാസയിലെ ഹോളി ഫാമിലി ദേവാലയം പ്രത്യേക ഒരുക്കങ്ങളിലാണ്. ക്രിസ്തുമസ് കുട്ടികളുടെ ഉത്സവമാണ്. ഭക്ഷണം മാത്രമല്ല, കളിപ്പാട്ടങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിൽ ഇവ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കർദിനാൾ പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ വത്തിക്കാനിൽ മെത്രാന്മാരുടെ സിനഡിൽ പങ്കെടുക്കുന്നവർ ഗാസയിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി നടത്തിയ ധനസമാഹരണത്തിൽ 32,000 യൂറോ ശേഖരിച്ചിരുന്നു. ഈ തുകയ്ക്കൊപ്പം 30,000 യൂറോ കൂടി ചേർത്ത് 62,000 യൂറോ പാപ്പയുടെ ഉപവികാര്യങ്ങൾക്കായുള്ള ഓഫീസ് അയച്ചു കൊടുത്തിരുന്നു. ഗാസ പ്രദേശത്തെ നല്ലൊരു ഭാഗം ക്രൈസ്തവരും ഹോളി ഫാമിലി ദേവാലയത്തിലാണ് അഭയം തേടിയിരിക്കുന്നത്. അടുത്തിടെയുണ്ടായ ആക്രമണങ്ങൾക്ക് മുൻപ് 1000-ലധികം ക്രൈസ്തവർ ഉണ്ടായിരുന്ന പ്രദേശത്ത് നിലവിൽ 700-ൽ താഴെ ക്രൈസ്തവർ മാത്രമാണ് അവശേഷിക്കുന്നത്. Di fronte a tanti falsi modelli allucinanti che circolano nei media e in internet, dove cerco io la mia felicità? Dove è il tesoro del mio cuore? Sta nel fatto che Dio mi ama gratuitamente, che il suo amore mi precede per sempre ed è pronto a perdonarmi quando ritorno pentito a Lui? In quella speranza filiale nell'amore di Dio? Oppure mi illudo nel cercare a fermare a tutti i costi il mio io, la mia volontà? ഈ വർഷത്തെ തിരുപ്പിറവി രംഗവും ക്രിസ്തുമസ് ട്രീയും വത്തിക്കാനിൽ ഉദ്ഘാടനം ചെയ്തു. ലെ ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള തിരുപ്പിറവി രംഗവും ക്രിസ്തുമസ് ട്രീയും ഡിസംബർ 7-ന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്തു. 29 മീറ്റർ ഉയരമുള്ള ദേവദാരു വൃക്ഷവും ബസലിംഗ അങ്കണത്തിലെ തിരുപ്പിറവി രംഗവും സംഭാവന ചെയ്ത ഇറ്റാലിയൻ പ്രദേശങ്ങളിലെയും പോളാറമൻ ശാലയിലെ തിരുപ്പിറവി രംഗം സമ്മാനിച്ച ബെത്ലഹേം നഗരത്തിന്റെയും പ്രതിനിധികളടങ്ങിയ 2000-ഓളം പേരെയും ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചു. ഗ്രാഡോ തടാകത്തിലാണ് ഈ വർഷത്തെ തിരുപ്പിറവി രംഗം ഒരുക്കിയിരിക്കുന്നത്. വെനീസിനും ട്രൈസ്റ്റിനുമിടയിൽ അഡ്രിയാറ്റിക് കടലിലെ ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 8,000 നിവാസികളുള്ള ഒരു പട്ടണമാണിത്. മേരി, ജോസഫ്, ഉണ്ണീശോ എന്നിവരുടെ പരമ്പരാഗത ക്രിസ്തുമസ് രൂപങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഒരു കുടിലിലാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് തിരുപ്പിറവി രംഗത്തിന്റെ ആർക്കിടെക്റ്റും ഡിസൈനറും കൺസ്ട്രക്ഷൻ മാനേജറുമായ ആൻഡ്രിയ പറഞ്ഞു. സമാധാന രാജൻ പിറന്ന മണ്ണിലും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലും യുദ്ധദുരന്തം അരങ്ങേറുമ്പോൾ നാം കണ്ണീരോടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ബെത്ലഹേമിലെ കലാകാരന്മാരുടെ സൃഷ്ടിയായ തിരുപ്പിറവി രംഗത്തെക്കുറിച്ച് പരാമർശിച്ച പാപ്പ, തിരുപ്പിറവി രംഗങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും അവയെല്ലാം സംവഹിക്കുന്നത് യേശു നമുക്കേകിയ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണെന്നും കൂട്ടിച്ചേർത്തു. സിറിയയിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പരിഹാരം വേണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. സിറിയയിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പരിഹാരം വേണമെന്ന് ഫ്രാൻസിസ് പാപ്പ. ഈ അവസരത്തിൽ താൻ സംഭവങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് പാപ്പ പറഞ്ഞു. കൂടുതൽ സംഘർഷങ്ങളോ ഭിന്നതകളോ ഇല്ലാതെ ഉത്തരവാദിത്തത്തോടെ രാജ്യത്തിന്റെ സ്ഥിരതയും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പരിഹാരത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. Vieni, Spirito Santo, diciamo nel Veni Creator, e viene Spirito Santo, vieni Sancte Spiritus nella sequenza di Pentecoste, e così in altre tante preghiere. Ed è giusto che sia così, perché dopo la resurrezione lo Spirito Santo è il vero alter ego di Cristo, colui che ne fa le veci, che lo rende presente e operante nella Chiesa. È Lui che annuncia le cose future e le fa desiderare e attendere. കൂടുതൽ സംഘർഷങ്ങളോ ഭിന്നതകളോ ഇല്ലാതെ ഉത്തരവാദിത്തത്തോടെ രാജ്യത്തിന്റെ സ്ഥിരതയും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പരിഹാരത്തിൽ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
വത്തിക്കാനിലെ പോളാറാമൻ ഹാളിൽ നിന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. 13 വർഷത്തിലേറെയായി സിറിയയിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധം നവംബർ അവസാനത്തോടെ ജിഹാദിസ്റ്റ് ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ആക്രമണങ്ങളിലൂടെ ശക്തമായി. 24 വർഷങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് ബാഷർ അൽ അസാദിന്റെ പതനത്തിലേക്ക് നയിച്ചു. അതിനിടെ ജനങ്ങളുടെ സമാധാനത്തിനായുള്ള രോദനം ശ്രവിക്കുകയെന്ന് മനുഷ്യാവകാശ ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചു. യുദ്ധം ഏറ്റവും മൗലികമായ അവകാശങ്ങൾ കവർന്നെടുത്തിട്ടുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ കരച്ചിൽ കേൾക്കാൻ പാപ്പ ഭരണകർത്താക്കളോട് അഭ്യർത്ഥിച്ചു. ജീവനും സമാധാനത്തിനുമുള്ള മനുഷ്യാവകാശങ്ങൾ മറ്റെല്ലാ അവകാശങ്ങളും വിനിയോഗിക്കുന്നതിനുള്ള അനിവാര്യമായ വ്യവസ്ഥയാണ്. യുദ്ധം മൂലം മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് ആളുകളുടെ സമാധാനത്തിനായുള്ള മുറവിളി ഭരണകർത്താക്കൾ കേൾക്കണമെന്നും പാപ്പ പറഞ്ഞു. El Espíritu Santo es la fuente que mantiene siempre viva la esperanza. Es la vela que impulsa la barca de la Iglesia a navegar por el mar de la historia. Su presencia en nuestra vida nos ayuda no solo a tener esperanza, sino a irradiarla, a brindarla a la humanidad que tanto la necesita. La esperanza es una de las 3 virtudes teologales, junto con la fe y la caridad, porque tiene como origen, motivo y objeto a Dios, uno y trino. Y estas 3 virtudes son la garantía de la presencia y la acción del Espíritu Santo en las facultades del ser humano. La esperanza, por tanto, no es una virtud pasiva que se limita a aguardar que las cosas sucedan, sino que es activa, porque el Espíritu la impulsa a luchar por lo que se anhela. പാലസ്തീൻ പ്രസിഡന്റ് ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. വിശുദ്ധ നാട്ടിൽ യുദ്ധം അറുതിയില്ലാതെ തുടരുന്നതിനിടെ പാലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം രാവിലെ നടന്ന കൂടിക്കാഴ്ച 30 മിനിറ്റോളം നീണ്ടു. വിശുദ്ധ പോർഫിരിയസിന്റെ രൂപവും 2014 ഫ്രാൻസിസ് പാപ്പ ബെത്ലഹേം മതിൽ സന്ദർശിച്ചതിന്റെ ഒരു ചിത്രവും പ്രസിഡന്റ് അബ്ബാസ് പാപ്പയ്ക്ക് സമ്മാനിച്ചു. ലോക സമാധാന ദിനത്തിനായുള്ള സന്ദേശവും നിരവധി സമ്മാനങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പ പാലസ്തീൻ പ്രസിഡന്റിന് കൈമാറി. ഗാസയിലെ ഗുരുതരമായ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭ പാലസ്തീൻ സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ, പരിശുദ്ധ സിംഹാസനവും പാലസ്തീനും തമ്മിലുള്ള നല്ല ഉഭയകക്ഷി ബന്ധങ്ങൾ എന്നിവ കൂടിക്കാഴ്ചയിൽ പരാമർശമായി. മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് അബ്ബാസ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ, വിദേശ നാടുകളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധങ്ങൾക്കായുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ കാര്യദർശി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലാഘറുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തി. സമാധാനം ഏറെ അഭിലഷിക്കുന്ന വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥാടകർ വീണ്ടും എത്തിച്ചേരുന്നതിന് 2025 ജൂബിലി വർഷം ഇടയാക്കുമെന്ന പ്രത്യാശയും പ്രസിഡന്റ് അബ്ബാസും കർദിനാൾ പരോളിനും ആർച്ച് ബിഷപ്പ് ഗല്ലാഘറും പ്രകടിപ്പിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ പാലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസുമായി പാപ്പ ഫോണിൽ സംസാരിച്ചിരുന്നു. അന്നത്തെ സംഭാഷണത്തിൽ വിശുദ്ധ നാട്ടിൽ സമാധാനം സംജാതമാക്കാൻ ഫ്രാൻസിസ് പാപ്പ നടത്തുന്ന ശ്രമങ്ങൾക്ക് പ്രസിഡന്റ് നന്ദി അറിയിച്ചിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഗാഡലുപ്പെ മാതാവിനെ ശ്രവിക്കുകയെന്ന് ഫ്രാൻസിസ് പാപ്പ. ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെയില്ലേ, ഞാൻ നിങ്ങളുടെ അമ്മയാണ്. സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും ജീവിതത്തിലുടനീളം മനസ്സിൽ സൂക്ഷിക്കാനും കേൾക്കാനും കത്തോലിക്കരെ പ്രോത്സാഹിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഗാഡലുപ്പെ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ജുവാൻ ഡിഗോയോട് പറഞ്ഞ ഈ വാക്കുകൾ ആവർത്തിച്ചാണ് പാപ്പ സന്ദേശം ആരംഭിച്ചത്. de tantas ideologías sociales y políticas con la que con tanta frecuencia se usa esta realidad guadalupana para fundamentarse, justificarse y ganar dinero. El mensaje guadalupano no tolera ideologías de ningún género.
solo la imagen, la tilma, las rosas. 1531 വിശുദ്ധ ജുവാൻ ഡിയോഗോയ്ക്ക് മറിയം പ്രത്യക്ഷപ്പെട്ട അവസാന ദിവസമാണ് ഡിസംബർ 12. എന്ത് ആർദ്രതയോടെയാണ് പരിശുദ്ധമ്മ ജുവാൻ ഡിയോഗോയോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെയില്ലേ, ഞാൻ നിങ്ങളുടെ അമ്മയാണ് എന്ന്. ഈ സന്ദേശത്തിൽ മറിയത്തിന്റെ മാതൃത്വം വെളിപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിലെ പ്രയാസകരമായ നിമിഷങ്ങളിൽ, ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളിൽ, അനുദിന ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഗാഡലുപ്പെ മാതാവിനെ ശ്രവിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. അതിനിടെ ഗാഡലുപ്പെ മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ജനസാഗരമായി മാറി മെക്സിക്കോ സിറ്റിയിലെ ഗാഡലൂപ്പിലെ അവർ ലേഡി ഓഫ് ബസലിക്ക 1531 വിശുദ്ധ ജുവാൻ ഡിയോഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അവസാന ദിവസത്തിന്റെ സ്മരണാർത്ഥം ഡിസംബർ 12 ഗാഡലുപ്പ് മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. 493 വർഷങ്ങൾക്ക് ശേഷം മാതാവിന്റെ ചിത്രം പതിഞ്ഞ വിശുദ്ധ ജുവാൻ ഡിയോഗോയുടെ പുറങ്കുപ്പായം ടെപ്പിയാക് കുന്നിന്റെ അടിവാരത്തുള്ള ഗാഡലുപ്പിലെ ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒന്നാണ്. 2025 ഫ്രാൻസിസ് പാപ്പയുടെ ലോക സമാധാന ദിന സന്ദേശം പ്രസിദ്ധീകരിച്ചു. ജൂബിലി വർഷമായ 2025 ഫ്രാൻസിസ് പാപ്പയുടെ ലോക സമാധാന ദിന സന്ദേശം പ്രസിദ്ധീകരിച്ചു. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ, നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ എന്നതാണ് ഈ ദിനാചരണത്തിന്റെ വിചിന്തന പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. Fratelli e sorelle, mentre si avvicina l'apertura della porta santa del Giubileo, apriamo le porte del cuore e della mente al Signore. Lui è nato da Maria Immacolata. Imploriamo l'intercessione di Maria. E vi do un consiglio. Oggi è un bel giorno per decidersi a fare una buona confessione. Se oggi non potete andare, ma in questa settimana, fino a domenica prossima, aprire il cuore e il Signore perdona tutto, tutto, tutto. E così, dalla mano di Maria, saremo più felici. Angelus Domini, Nunciavit Mariae. എല്ലാ വർഷവും ദേവമാതാവിന്റെ തിരുനാൾ ദിനമായ ജനുവരി 1 ആഗോള കത്തോലിക്ക സഭ ലോക സമാധാന ദിനമായി ആചരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ ലോക സമാധാന സന്ദേശം ഡിസംബർ 12 വത്തിക്കാനിലെ പ്രസ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രകാശിതമായി. ചില സർക്കാരുകളും സമ്പന്ന നാടുകളിലെ ചില സ്വകാര്യ സാമ്പത്തിക സ്ഥാപനങ്ങളും പാവപ്പെട്ട നാടുകളുടെ മാനുഷിക വിഭവങ്ങളും പ്രകൃതി വിഭവങ്ങളും യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ വിവേചനരഹിതമായി ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയായി വിദേശക്കടത്തെ മാറ്റുന്നുണ്ടെന്ന് ലോക സമാധാന സന്ദേശത്തിൽ പാപ്പ ആവർത്തിക്കുന്നു. പാരിസ്ഥിതിക കടവും വിദേശക്കടവും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും അത് കടപ്രതിസന്ധിയിൽ കലാശിക്കുന്നുവെന്നും പാപ്പ പറയുന്നു. ഇത് ഐക്യദാർഢ്യത്തിനായുള്ള, എന്നാൽ എല്ലാറ്റിനുപരിയായി നീതിക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനയാണെന്ന് പാപ്പ വ്യക്തമാക്കുന്നു. 2025 സമാധാനം സമർത്ഥകമാകുന്ന ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ച പാപ്പ കരാറുകളുടെ കുത്തൊഴുക്കുകളിലോ മാനുഷികമായ വിട്ടുവീഴ്ചകളുടെ മേശകളിലോ നിലച്ചു പോകാത്ത യഥാർത്ഥവും ശാശ്വതവുമായ ഒരു സമാധാനമാണ് വിവശിക്കുന്നതെന്നും വിശദീകരിക്കുന്നു. Ai lavoratori di Siena, Fabriano e Ascoli Piceno che difendono in modo solidale il diritto al lavoro, che è un diritto alla dignità, che non gli sia tolto il lavoro per motivi economici o finanziari. E a tutti auguro una buona domenica e buona festa dell'Immacolata. Ci ritroviamo oggi pomeriggio in Piazza di Spagna e per favore non dimenticatevi di pregare per me. Buon pranzo e arrivederci. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.